നിനക്ക് എന്തു പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? കർത്താവ് നമ്മോട് ചോദിക്കുന്നു. ലോകവും അതിലെ സമസ്തവും കർത്താവ് സൃഷ്ടിച്ചു. നമുക്കുള്ളതൊക്കെയും നമ്മുടെ പേര്, പ്രശസ്തി, ജോലി, പണം എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. നാം ചിലപ്പോൾ അഹങ്കരിക്കാറുണ്ട്. നമ്മുടെ മേന്മയിലാണ്, ബുദ്ധിയിലാണ് ഇതൊക്കെ ലഭിച്ചതെന്ന്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ, എളിമയോടെ നിൽക്കുവിൻ. ചിലർ അഹങ്കാരത്തിൽ പറയാറുണ്ട്, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. നീ ഒന്ന് തളരാൻ എത്ര സമയം വേണം? എത്ര പേരാണ് അഹങ്കാരത്തിൽ വീണു പോകുന്നത്? സോളമൻ രാജാവ് ചോദിച്ചതിലും അധികം പണവും പ്രശസ്തിയും നൽകി. അവസാനം സോളമൻ രാജാവ് ദൈവത്തെ ധിക്കരിച്ചു. പിന്നെ അവന് നഷ്ടമാണ് പിന്നീട് അവിടെ നിന്ന് ഉണ്ടായത്. കർത്താവ് എത്ര നല്ലവൻ എന്ന മനോഭാവത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നമുക്ക് നിൽക്കാം. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാശം തുടങ്ങുന്നു. ദൈവത്തിന് പിന്നെ സ്ഥാനമില്ല. ദൈവഭയം ഇല്ലാതാകുമ്പോൾ നമ്മുടെ പതനം തുടങ്ങുന്നു. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കാം. ആമേൻ.